ഞാൻ 12 എണീറ്റു. ഇന്ന് എറണാകുളം വരെ പോകേണ്ട കാര്യമുണ്ട്. ഇന്നലത്തെ കപ്പയും മീനും ഞാൻ ചൂടാക്കി കഴിക്കാൻ വേണ്ടി. പിന്നെ നെയ്യപ്പത്തിന് കലക്കി വെച്ചു. 5:50 കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി. 6:10 ട്രെയിൻ കാണിക്കുന്നത്. പക്ഷേ ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ട്രെയിൻ 6:20 അങ്ങനെ കണ്ടായപ്പോഴാണ് വന്നത്. ഇത് നമുക്ക് അവിടുന്ന് അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് കിട്ടി. താഴെ പോയി വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായിരുന്നു രാവിലെ. എനിക്ക് നീ 1-ാം തീയതി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ അമ്പലത്തിലൊക്കെ പോകാനും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും 6:20 ആയപ്പോഴത്തേക്കും വണ്ടി വന്നു. അങ്ങോട്ട് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. സ്ത്രീകൾ മാത്രമേ ഉള്ളാഞ്ഞു. പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ഒരു കാര്യം ഓർക്കുമായിരുന്നു. ഈ ബോയ്സ് വന്നിട്ട് ഗേൾസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു പെങ്കൊച്ചാണെങ്കിൽ വന്നിരിക്കുന്നവരെല്ലാം ഇത് ഗേൾസിൻ്റെ കമ്പാർട്ട്മെൻറ്റാണെന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവരവിടെ വന്നിരിക്കുകയും ചെയ്യും. ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ ഔട്ടറിൽ പിടിച്ചു കുറേ നേരം അവിടെ കിടന്നിട്ടാണ് ട്രെയിന് സ്റ്റേഷനിലെത്തിയത്. അങ്ങനെ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ നടന്ന് അങ്ങ് അറ്റത്തെത്തി. അറ്റത്തെ വഴിയിൽ കൂടെ വേണം നമ്മൾ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി. ഇപ്പോഴും അവിടെ ഏതാണ്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേരെ മെട്രോയുടെ അവിടെ ചെന്നു. പെട്ടെന്ന് തന്നെ MG റോഡ് ടിക്കറ്റ് എടുത്തു. അവിടെ നിന്നാണ് നമുക്ക് ഹൈക്കോർട്ടിന് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ് വരും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മെട്രോയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു മെട്രോ ഫീഡർ ബസ് ഉണ്ട്, അവിടെ ഇറങ്ങി നിന്നാൽ മതിയെന്ന് ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ ചെന്നു, ഇറങ്ങി നിന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് വന്ന് നിർത്തിയത്. കാര്യം അവർ മോർണിംഗ് ഈ വശം നിർത്തുന്നില്ലെന്ന് പറഞ്ഞു. ഏതായാലും ബസ്സിൽ കയറി 20 രൂപ കൊടുത്തപ്പോഴത്തേക്കും ഹൈക്കോർട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റി. കുറേ ആളുകളുണ്ടായിരുന്നു നമ്മുടെ വൈപ്പിൻ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഇതാണ്. രാവിലെ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. ഇഷ്ടംപോലെ ബോട്ടൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ നടന്ന് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ വാട്ടർ മെട്രോയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. രാവിലെ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ചെന്നാലും അവർ നമുക്ക് ടിക്കറ്റ് തന്നിട്ട് നമ്മളോട് അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് ടിക്കറ്റ് മേടിക്കാം. എന്നിട്ട് അവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ബെഞ്ചിൻ്റെ അവിടെ പോയി ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മെട്രോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. മെട്രോ വന്നു കഴിയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയായിട്ട് അവർ കടത്തി വിടും. ആൾ കുറച്ചായി കഴിയുമ്പോഴേ അവർ മെട്രോ എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നടന്ന് അകത്ത് കയറി. എന്നിട്ട് എല്ലാവർക്കും അവിടെ സീറ്റൊക്കെ ഉണ്ട്, അവിടെ പോയിരിക്കുക. അപ്പോൾ അവരൊരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്, നമ്മൾ അതിനകത്ത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ. കുറച്ച് ആളായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ മെട്രോ എടുത്തു. 8:20 വാട്ടർ മെട്രോയ്ക്കാണ് അങ്ങോട്ട് ഫോർട്ട് കൊച്ചിക്ക് ഉള്ള വാട്ടർ മെട്രോയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഞാൻ വൈപ്പിൻ വരെ ഉള്ളൂ. വൈപ്പിനിൽ നിന്ന് ജങ്കാറിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും വാട്ടർ മെട്രോയിൽ നമുക്ക് നല്ലൊരു വ്യൂ അവിടുത്തെ ബിൽഡിങ്സിൻ്റെയും എല്ലാം തന്നെ കിട്ടും. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും ഇഷ്ടം പോലെ പടവും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ജേണി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വൈപ്പിനെത്തി. ഞാൻ വൈപ്പിനിലിറങ്ങി. അങ്ങനെ വൈപ്പിനെത്തി ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ജങ്കാറിൻ്റെ ടിക്കറ്റ് എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു ജങ്കാറയിൽ. ജങ്കാർ വിടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഏതായാലും ഓടിച്ചെന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടി പറ്റി. ജങ്കാർ വാട്ടർ മെട്രോ പോലെ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജങ്കാറും പെട്ടെന്ന് തന്നെ വിട്ടു. ജങ്കാറിൽ ഇഷ്ടം പോലെ വണ്ടി ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. ആ ജേണി ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ജങ്കാറും നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ എത്തി. അതൊരു നല്ല സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ ജങ്കാറിൻ്റെ ഒരിത്. കാര്യം നമ്മുടെ സിറ്റിയെ കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതിപ്പോഴും ഒരു നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ആദ്യം വലിയ വണ്ടികളെല്ലാം ഇറങ്ങി, പുറകെ ആളുകളെല്ലാം ഇറങ്ങി. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. ഇനി നമ്മുടെ അച്ചൂക്കാട് ചായക്കടയിലേക്ക് പോവുകയാണ്. ഈ വന്നവരെല്ലാം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ആക്ച്വലി. അത് അടുത്ത് തന്നെയാണ്. ഞാൻ പിന്നെ അവിടെ ചോദിച്ചു എവിടെയാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ഓപ്പണിങ്. കാര്യം ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു വാട്ടർ മെട്രോയുടെ ഓപ്പണിങ്ങിൻ്റെ ഇപ്പറയാന്ന്. തൊട്ടടുത്ത് തന്നെയാണ്. നല്ല തിരക്കാണ്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചു പിന്നെ അവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ കയറി ഹൈക്കോർട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവിടെ വാട്ടർ മെട്രോ വന്നു. തിരിച്ച് പെട്ടെന്ന് എത്തി. ഞാൻ അതിലേ തിരിച്ചു പോരുന്ന വഴിക്ക് പോയി ഒരു കുലുക്കി കുടിച്ചു. ബൂസ്റ്റ് കുലുക്കിയാണ് കുടിച്ചത്. നല്ലതായിരുന്നു. അവിടെയും തിരക്കായി വരുന്നതേ ഉള്ളൂ, രാവിലെയല്ലേ. പിന്നെ അവിടുന്ന് നേരെ നടന്നു മറൈൻ ഡ്രൈവ് വഴി നടക്കുകയാണ്. ഓണം ഫെസ്റ്റിൻ്റെ ഓപ്പണിങ് തപ്പിയുള്ള നടപ്പാണ്. ആക്ച്വലി അവിടെ അടുത്ത് തന്നെയായിരുന്നു ഈ ഓണം ഫെസ്റ്റിൻ്റെ ഓപ്പണിങ്. പക്ഷേ ഞാൻ മൊത്തം ചുറ്റി അപ്പുറത്തെ വഴിയിൽ കൂടെ വന്നാണ് പിന്നെ അവസാനം കയറിയത്. ആക്ച്വലി എനിക്ക് ആ വഴി വലിയ പിടുത്തമില്ല. ഏതായാലും അങ്ങനെ അവസാനം ഓണം ഫെസ്റ്റിൻ്റെ അവിടെ എത്തി. ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിന്നൊരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് ബസ്സിൽ കയറി നേരെ ടൗൺ ഹാൾ ഇറങ്ങി. അവിടെ നിന്ന് മെട്രോ എടുത്ത് നേരെ ലുലുവിലെത്തി. ലുലുവിലെത്തി
ഇനിയിപ്പോൾ ഭക്ഷണം ഉച്ചക്കത്തെ കഴിക്കണം. അതിന് മുമ്പ് ഞാൻ റോൾ ഐസ്ക്രീം കുറേ നാളായിട്ട് കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അത് കാരണം നേരെ താഴോട്ട് പോയി. പക്ഷേ അവിടെ അല്ലായിരുന്നു ആക്ച്വലി. B9 അടുത്താണ് റോൾ ഐസ്ക്രീം. ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയാണ്. അവിടെയാണ് റോൾ ഓഫ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ റോൾ ഐസ്ക്രീമിൻ്റെ ഷോപ്പുള്ളത്. അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഗുലാബ് ജാമുൻ്റെ റോൾ ഐസ്ക്രീം അവർ ശരിയാക്കി സെറ്റാക്കി തന്നു. അതുകൊണ്ട് ഞാൻ നേരെ അവിടെ പോയി ഒരു സ്ഥലത്ത് പോയിരുന്ന് മോളിൽ പോയിരുന്ന് അതേ റോൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നേരെ പാരഗണിലോട്ട് പോയി. ഒരു ഫ്ലോറിൽ ഫുള്ളായിരുന്നു. അത് കാരണം മേലത്തെ ഫ്ലോറിൽ പോയാണ് കഴിച്ചത്. ഒരു ഹാഫ് മട്ടൻ ബിരിയാണിയും ഒരു സുലൈമാനിയാണ് മേടിച്ചത്. രണ്ടും നല്ല സർവീസിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ JNL സ്റ്റേഡിയം ലക്ഷ്യമാക്കി പോയി. പക്ഷേ അപ്പോഴത്തേക്ക് അവിടുത്തെ എക്സിബിഷൻ കഴിഞ്ഞു. പിന്നെ നേരെ ടൗൺ ഹാൾ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. ട്രെയിനിൽ കയറി. ഭയങ്കര തിരക്കായിരുന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ വന്നു. കാപ്പി കുടിച്ചു. പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് വൈകിട്ടത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങി.